കുട്ടികളോട് സീക്രട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇവനോട് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇവൻ ആരോട് പറയില്ല. അപ്പോ ഞാൻ നിന്നോടൊരു സീക്രട്ട് പറയാൻ പോവാ, പക്ഷെ നീ അമ്മയോട് പറയരുത്. എന്താച്ചാ? സീക്രട്ട് എന്താണെന്ന് ഞാനിപ്പോ പറയില്ല. നാളെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാ. ഇല്ലച്ചാ, ഞാൻ പറയില്ല. പ്രോമിസ്? പ്രോമിസ്. എന്താ രണ്ടുപേരും കൂടി സീക്രട്ടായി സംസാരിക്കുന്നേ? ഹേ, ഒന്നുമില്ല. ഞാൻ വെറുതെ ഇവനോട് സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമായിരുന്നു. അമ്മേ, അത് അച്ഛൻ പറയുവാ. അപ്പൂ, അവനാണ് പ്രശ്നം തുടങ്ങിയത്. എന്താ അച്ഛാ? സർപ്രൈസ് ഒക്കെ ഇപ്പൊ പൊളിഞ്ഞേനെ. രാജീവ് പ്ലാൻ ചെയ്തത് ഒരു ചെറിയ സർപ്രൈസ് ആണ്, പക്ഷെ അത് ഏൽപ്പിച്ചതോ 8 വയസ്സുള്ള അപ്പുവിനെ. സീക്രട്ട് സർപ്രൈസ് ആരോടും പറയാൻ പാടില്ല. മാളുവിനോടോ? മാളുവിനോടും പറയാൻ പാടില്ല. അച്ഛാ, എന്താ സർപ്രൈസ്? അത് നാളെ അറിയാം. അപ്പുവിന്റെ മനസ്സിൽ അപ്പൊ തന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അച്ഛാ, സീക്രട്ട് എത്ര നേരം സൂക്ഷിക്കണം? നാളെ വരെ സൂക്ഷിക്കണം. അയ്യോ അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അപ്പു? ഒന്നുമില്ല. അമ്മയ്ക്ക് സർപ്രൈസിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ അപ്പു എന്തോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പു, സത്യം പറ മോനെ, അച്ഛൻ നിന്നോട് എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല അമ്മേ. ശരിക്കും? ആ, ശരിക്കും. എന്റെ മുഖത്ത് നോക്കി പറ. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പു, അയ്യോ, എന്നോടൊന്നും ചോദിക്കല്ലേ. അപ്പു സീക്രട്ട് ഒന്നും പറഞ്ഞില്ല, പക്ഷെ സീക്രട്ട് ഉണ്ടെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തി. അച്ഛാ. എന്താ? അമ്മ ചോദിച്ചു. നീ പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഗുഡ് ബോയ്. പക്ഷെ അമ്മയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ആ, അത് സാരമില്ല. അച്ഛാ, എന്താ? നമ്മൾ അമ്മയോട് കള്ളം പറയല്ലേ? അല്ല, പിന്നെ? നമ്മൾ സർപ്രൈസ് കൊടുക്കുവല്ലേ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കള്ളത്തരല്ലേ? ഈ കുട്ടിയെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം സർപ്രൈസ് ഒറ്റയ്ക്ക് നടത്തുന്നതാണെന്ന് രാജീവിന് തോന്നി. എന്താ ഇവിടെ? ഒന്നുമില്ല. അച്ഛൻ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ, അത് അച്ഛൻ പറഞ്ഞത്. അപ്പു, സോറി, ഞാൻ സീക്രട്ട് പറയില്ല. എന്ത് സീക്രട്ട്? അത് പറയാൻ പാടില്ല. ആ, എന്നാ പറയണ്ട. ഓ ശരി, ഞാൻ പോയി അമ്മയോട് ചോദിച്ചോളാം. ഷോ, അച്ഛാ. മിണ്ടാതിരിക്ക്. അച്ഛനും മോനും കൂടി കാര്യമായിട്ട് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ല അമ്മേ. എന്തോ സീക്രട്ടാ അമ്മേ. കണ്ടുപിടിച്ചോളാം ഞാൻ. അന്ന് രാത്രി മീനു ഡിറ്റക്റ്റീവായി മാറി. അപ്പോ സത്യം പറ, എന്താ സംഭവം? എന്താ അമ്മേ? നാളെ എന്താ? നാളെ സൺഡേ അല്ലേ അമ്മേ? അതെനിക്കും അറിയാം. പിന്നെ അച്ഛനും നീയും കൂടി എന്താ പ്ലാൻ ചെയ്യുന്നേ? അമ്മേ, ഞാനത് പറഞ്ഞാൽ. ശരി, നീ പറയണ്ട. അമ്മേ, അത് നല്ലൊരു സർപ്രൈസാ. അമ്മേ, സോറി. സീക്രട്ട് എന്താണെന്ന് അവൻ പറഞ്ഞില്ല, പക്ഷെ നല്ല സർപ്രൈസ് ആണെന്ന് അവൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ രാജീവിന്റെ വലിയ മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. അച്ഛ, ഇതൊക്കെ അമ്മ കണ്ടാലോ? നീ അമ്മ കിച്ചണിലേക്ക് വരാതെ നോക്കണം. അതെങ്ങനെ? എന്തെങ്കിലും പറഞ്ഞു നിർത്തിയാ മതി. എന്തു പറയും? എന്തെങ്കിലും. അപ്പോ ഒന്നിങ്ങ് വന്നേ. ഇത് നോക്ക്, നിന്റെ കാണാതെ പോയ ബോൾ. ഹായ്, അമ്മക്കിത് എവിടുന്ന് കിട്ടിയേ? ഗാർഡനിലുണ്ടായിരുന്നു. അമ്മ, ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. മഴയോ? ആ അമ്മേ, ഇന്നത്തെ കാലാവസ്ഥ കണ്ടില്ലേ? നല്ല മഴക്കോളുണ്ട്. കുറെ ദിവസമായില്ലേ പറയുന്ന നൂഡിൽസ് ഉണ്ടാക്കണമെന്ന്. ഇന്നാവുമ്പോ പറ്റിയ കാലാവസ്ഥയാണല്ലോ. ഞാൻ നിനക്ക് മാളുവിന് നൂഡിൽസ് ഉണ്ടാക്കി തരാം. അയ്യോ അമ്മേ, വേണ്ട, നൂഡിൽസ് വേണ്ട ഇന്ന്. അതെന്താ? അല്ല, എനിക്ക് വയറിന് എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ. വയറിന് എന്ത് പറ്റി? അമ്മ, ഇവിടെ എവിടെയോ ഒരു വേദന. അപ്പൊ മാക്സിമം അമ്മയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മീനു, ഇതെന്താ? ആ, നടന്നോ നടന്നോ. എന്താ ഇവിടെ നടക്കുന്നേ? വാ, നടക്ക്, പറയാം. ആ, ഇനി കണ്ണു തുറന്നോ. ഇതെന്താ? ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ശരിക്കും? ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. ഇത്രയും ഐറ്റംസോ? അതെ, നിനക്കൊരു ചെറിയ സർപ്രൈസ് തരണമെന്ന് വിചാരിച്ചു. ഇതിനാണോ അച്ഛനും മോനും എന്നെ ഇട്ട് വട്ടം കറക്കിയത് ഇന്നലെ? എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ അമ്മ അറിഞ്ഞേനെ. അച്ഛാ, ഈ സീക്രട്ട് സൂക്ഷിച്ചതിന് എനിക്കെന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ?
നിനക്ക് ഈ ഫുഡ് കഴിക്കാൻ തരാം. അച്ഛാ, എന്തായാലും അച്ഛനും മോനും കൂടി എനിക്ക് തന്ന സർപ്രൈസ് അടിപൊളി. അച്ഛാ, പറ മോളെ. അടുത്ത തവണ സർപ്രൈസ് കൊടുക്കുമ്പോ ചേട്ടനോട് പറയാതെ എന്നോട് പറയണേ. ഞാൻ കുട്ടികളോട് സീക്രട്ട് സർപ്രൈസ് പറയൽ നിർത്തി. കുട്ടികളോട് സീക്രട്ട് പറഞ്ഞാൽ അതവർ സൂക്ഷിക്കുമോ എന്ന് നമ്മൾക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവർ ആ സീക്രട്ടിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ നമ്മളെ സർപ്രൈസ് ചെയ്യും. നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. ഇതുപോലുള്ള നമ്മുടെ കുടുംബജീവിതത്തിലെ റിലേറ്റബിൾ കോമഡി സ്റ്റോറീസ് ഇനിയും കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.